മരങ്ങളെ പറ്റി പറഞ്ഞു വരികയാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് പച്ചില 3/4 പൗണ്ട് ഓക്സിജൻ പുറത്തോട്ട് തള്ളുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ കാര്യമാണ്. ഞാൻ പുരുഷോത്തമ കമ്പത്ത്, കർഷക കുടുംബത്തിൽ ജനനം. അപ്പോൾ സ്വാഭാവികമായിട്ട് കൃഷിയോടും പ്രകൃതിയോടുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. കാരണം വന്നതെന്ന് പറയുന്നതിൽ കൂടുതൽ നല്ലത് എൻ്റെ ജനനം, ഞാൻ പറഞ്ഞില്ലേ, ജനനം തന്നെ ഇതിലാണ്. അപ്പോൾ ആദ്യം ഒക്കെ നമ്മുടെ കാർഷിക വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നെല്ല്, അതുപോലെയുള്ള പച്ചക്കറി, പിന്നെ തെങ്ങ്, വാഴ, അങ്ങനെയുള്ള കൃഷിയിലായിരുന്നു. കുറച്ചുകൂടി നീങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പല സസ്യങ്ങളും ഇങ്ങനെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ കുറച്ചെങ്കിലും സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ തുടക്കം ഞാൻ ഏകദേശം ഒരു 68 കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ കളക്ഷൻ തുടങ്ങി. അത് ഏകദേശം 100 അല്ലെങ്കിൽ 200 അത്ര എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം 3000-ൽ പരം വെറൈറ്റി സസ്യങ്ങൾ എൻ്റെ ശേഖരത്തിലുണ്ട്. ശേഖരത്തിൽ പല സസ്യങ്ങളും ഇവിടെ ഈ ക്ലൈമറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷം ഇവിടെ വളരാൻ സാധ്യതയില്ലാത്തതും ബുദ്ധിമുട്ടുള്ളതാണ് ഞാൻ കളക്ട് ചെയ്തത്. അങ്ങനെ അത് എനിക്ക് വൻ വിജയമായിരുന്നു. കാര്യം പലരും എന്നോട് ചോദിക്കാറുണ്ട്, പല സ്ഥലത്തും ഇത് പിടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സസ്യങ്ങൾ ഇവിടെ എങ്ങനെ പിടിച്ചു എന്നുള്ളത്. ശരിക്കും അതിനുള്ള ഉത്തരം, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതും 10 പേർ ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു നമുക്കെന്താ പറയുക, മാനസിക ഇതായിരിക്കാം ഈ സസ്യം. അതും ജീവനുള്ള സാധനങ്ങളാണല്ലോ, അതുകൊണ്ടായിരിക്കാം ഇവിടെ വളരുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അതും ജീവനുള്ളൊരു സസ്യമാണ്. മനുഷ്യജീവനാണ് വലുത്. നമുക്ക് പൈസ ഉണ്ടാക്കാം, പൈസ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, സാധാരണ ഹോസ്പിറ്റലിൽ പോയി ജീവിതം അവസാനിപ്പിക്കുന്ന, വായിലും മൂക്കിലൊക്കെ കുഴലിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിൽ നല്ലത് അവനവൻ്റെ കാര്യം എങ്കിലും ദിനചര്യയെങ്കിലും, അതാണ് ആരോഗ്യം എന്ന് പറയുന്നത്, നടത്താനുള്ളൊരു. പക്ഷേ ഞാൻ അതിൽ ഉറച്ചു നിന്നു. ഇന്നും വളരെ അഭിമാനമുണ്ട്. കാരണം ഞങ്ങൾ ഒത്തിരി ആളുകൾ ഇതിപ്പോൾ ഈ തോട്ടം സന്ദർശിക്കാൻ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ PhD എടുക്കാൻ വരെ കുട്ടികൾ ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട്. പിന്നെ ഞങ്ങളിവിടെ ക്ലാസ്സുകൾ വയ്ക്കാറുണ്ട്. ക്ലാസ്സുകൾ വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരു മനുഷ്യരിൽ, സാധാരണ ആളുകളുടെ ഒരു അവബോധം, ഈ പ്രകൃതിയോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ അതെന്തിന് ഉതകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത അത് മനസ്സിലാക്കാൻ അത് വളരെ ഗുണകരമായി. പക്ഷേ അങ്ങനെയുള്ളവരെയൊക്കെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ മാറ്റങ്ങളുണ്ടായി. മരങ്ങൾ എന്തിനാണ്, അതിനെന്തിനു ഉതകും, അതിനെപ്പറ്റി ഓരോ ക്ലാസ്സുകളിൽ അവർ മനസ്സിലാക്കിയപ്പോൾ ഓരോരുത്തരും അതിൽ ഇറങ്ങാൻ തുടങ്ങി. പിന്നെ ഇത് നാഗലിംഗ മരമാണിത്. നാഗലിംഗ മരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 18 മുതൽ 20 കിലോമീറ്റർ വരെ അന്തരീക്ഷം ശുദ്ധീകരിക്കും. അതുകൂടാതെ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ജൈവാംശം തരിക, നമുക്ക് കണ്ടാലറിയാം. ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ ഇതിൻ്റെ ഇല മൊത്തം പൊഴിയുക. ജൈവാംശം ഞങ്ങൾക്ക് ഏകദേശം 18 മുതൽ 20 ചാക്ക് കമ്പോസ്റ്റ് കിട്ടാറുണ്ട്. പിന്നെ ഇതിൻ്റെ വേരിന്മേൽ തൊലി ഔഷധമാണ്. ഇത് നാഗലിംഗത്തിൻ്റെ പൂവാണ്, കാനൻ ബോൾ ട്രീ എന്ന് പറയും. ഇത് കണ്ടില്ലേ, താമരതളുമാരി മൊത്തം. പിന്നെ നാഗം എന്ന് പറഞ്ഞ സർപ്പത്തിൻ്റെ പത്തിയാണത്. അടിയിൽ ശിവലിംഗം. അങ്ങനെയാണ് ഇതിന് നാഗലിംഗ മരം എന്നുള്ള പേര് കിട്ടി. നമ്മൾ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമെന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ട് ആചരിച്ചു പോരുന്നുണ്ട്. നമ്മൾ വ്യക്തിപരമായിട്ടും സർക്കാർ തലത്തിൽ ഒത്തിരി ഫണ്ടുകൾ ഇതിന് ചിലവാക്കാറുണ്ട്. അതായത് ലക്ഷക്കണക്കിന് തൈകളാണ് നടുന്നത്. കോടിക്കണക്കിന് രൂപ ഇതിന് വേണ്ടി സർക്കാർ തലത്തിലും ചിലവാക്കുന്നുണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് ഈ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും 4-5 പരിപാടിയിൽ എല്ലാ വർഷവും പങ്കെടുക്കുന്ന ആളാണ്. ഈ നട്ട തൈകളല്ല ഇവിടെ. നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? സർക്കാർ ഇത്രയും പൈസ നമ്മൾ ചിലവാക്കുന്നതാണല്ലോ. ആ നട്ടയിൽ ഒരു 10% പോയിട്ട് 1% പോലും തൈകൾ നമ്മൾ കാണുന്നില്ല. ഈ തൈകൾ എവിടെ പോകുന്നു? ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ 5-ന് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയുണ്ടായി. ഇനി നമുക്ക് ഒരു വർഷം തൈ നടണ്ട, നട്ട തൈകളെ സംരക്ഷിക്കുക. നമ്മൾ ചുമ്മാ ഇങ്ങനെ ചിലവാക്കി പ്രകൃതിക്ക് ആ തൈകൾ വളർന്നല്ല, അതിൻ്റെ ഒരു 50% വളർന്നെങ്കിൽ ഇത് ഒരു വൻ കാടായിട്ട് മാറേണ്ട സംഭവങ്ങളായിരുന്നു. ഇതൊരു നമ്മളുടെ സാധാരണ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.